എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറ്, ചപ്പാത്തി, അതുപോലെ തന്നെ പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കോളിഫ്ലവർ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ചെറിയ ചെറിയ ഇതളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളമല്ല, ചൂടുവെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ കഴുകിയെടുത്ത് ഒരു അരിപ്പയിലേക്കൊന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം പാത്രം അടച്ചു വെച്ച് കോളിഫ്ലവർ എല്ലാം നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ആ ഒരു ആവിയിലാണ് കോളിഫ്ലവർ എല്ലാം വെന്ത് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാത്രം അടച്ചു വെക്കാം. പിന്നെ ഇടയ്ക്ക് പാത്രം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ കോളിഫ്ലവർ എല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2-3 പ്രാവശ്യം പാത്രം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളിഫ്ലവറിന് നല്ലൊരു കളർ കിട്ടും. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു എണ്ണയിൽ, നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ആ എണ്ണയിൽ കിടന്ന് കോളിഫ്ലവർ എല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇനിയിപ്പോൾ നമ്മൾ പാത്രം ഒന്നും അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്ന് വരികിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. ഒരു 3-4 മിനിറ്റ് നല്ലപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്ന് വരികിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വന്നിട്ട് ചോറ്, ചപ്പാത്തി, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളിലൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കോളിഫ്ലവർ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ ചോറും ഈ ഒരു കോളിഫ്ലവർ മെഴുക്കുവരട്ടി മാത്രം മതി. അത്ര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെയാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.